എന്റെ കൂടെ വാ എന്റെ കൂടെ വാ ആർഷോ എന്റെ കൂടെ വാ ആർഷോ ഞാനല്ലേ പറഞ്ഞു എന്റെ കൂടെ വാ ഈ ദൃശ്യങ്ങൾ കണ്ടല്ലോ, PM ആർഷോയെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ. അതായത് അമ്പലപ്പറമ്പിൽ തല്ലുപിടുത്തം ഉണ്ടാക്കുന്ന മക്കളെ കാണുമ്പോൾ അച്ഛന്മാർ വാടാ മക്കളെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അനുനയിപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളില്ലേ, അതുപോലെയല്ലേ നമുക്കൊക്കെ ഇത് കാണുമ്പോൾ തോന്നുന്നത്. ഇനി ഈ PM ആർഷോയെ ഇത്ര ഭവ്യതയോടെ കൂട്ടിക്കൊണ്ടുപോകാൻ ആരാണ് ഈ PM ആർഷോ? പോലീസുകാർക്ക് എന്തിനാണ് PM ആർഷോയെ കാണുമ്പോൾ ഇത്രയേറെ മുട്ടിടിക്കുന്നത്? ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രക്ഷോഭം നടത്തിയതിന് കോഴിക്കോട് സർവകലാശാലയിൽ നിന്നും ഇന്നലെ പോലീസ് താലോലിച്ച് പിടിച്ചുകൊണ്ടുപോയ SFI സംസ്ഥാന സെക്രട്ടറിയായ PM ആർഷോ വധശ്രമ കേസിലെ പിടികിട്ടാപ്പുള്ളിയാണ്. ഇദ്ദേഹത്തിന്റെ ജാമ്യം റദ്ദാക്കിയിട്ട് 6 മാസമായി. അഭിഭാഷകനെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിലെ പ്രതിയായ ആർഷോ പോലീസിന് കൺമുന്നിൽ ഗവർണറെയും പോലീസിനെയും വെല്ലുവിളിച്ചിട്ടും പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുകയല്ലേ ചെയ്തത്. PM ആർഷോയുടെ ജാമ്യം എറണാകുളം ജില്ലാ കോടതി ജനുവരിയിലാണ് റദ്ദാക്കിയത്. ജാമ്യ വ്യവസ്ഥകൾ ആർഷോ ലംഘിക്കുന്നെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ തന്നെ അടിസ്ഥാനത്തിലായിരുന്നു കോടതിയുടെ നടപടി. എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നതടക്കമുള്ള ജാമ്യ വ്യവസ്ഥകളാണ് ആർഷോ ലംഘിച്ചത്. വധശ്രമ കേസിൽ റിമാൻഡിൽ കഴിയവേ ആർഷോ സർവകലാശാല പരീക്ഷ പാസ്സായതും വിവാദമായിരുന്നു. ആദ്യം ജാമ്യത്തിലിറങ്ങിയ ശേഷം വിവിധ കേസുകളിൽ പ്രതിയായതോടെ ഹൈക്കോടതി നേരത്തെ ജാമ്യം റദ്ദ് ചെയ്തിരുന്നു. തുടർന്ന് അറസ്റ്റിലായ ആർഷോ 2022 ഓഗസ്റ്റിലാണ് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയത്. ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചതിന് 2023 ജനുവരിയിൽ കോടതിയിൽ ജാമ്യം റദ്ദാക്കി. തുടർന്ന് ആർഷോ ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ ഇതുവരെ ഹൈക്കോടതി ജാമ്യം നൽകിയിട്ടില്ല. ഈ മാസം 11-ന് കേസ് പരിഗണിച്ചെങ്കിലും ജാമ്യം നൽകിയില്ല. പ്രോസിക്യൂഷൻ ആർഷോയ്ക്ക് ജാമ്യം ലഭിക്കുന്ന വിധത്തിൽ കാലുമാറിയതോടെ വാദി തന്നെ കേസിൽ കക്ഷി ചേരുകയായിരുന്നു. ഇതോടെ കേസ് വീണ്ടും മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം അറിയുന്ന പോലീസാണ് കഴിഞ്ഞ ദിവസം പിടികൂടിയ വധശ്രമ കേസിലെ പ്രതിയെ വെറുതെ വിട്ടത്. ഇന്നലെ രാത്രിയും പോലീസിനെ വെല്ലുവിളിച്ച് ആർഷോ ഗവർണറെ അധിക്ഷേപിച്ച് സമരത്തിന് മുന്നിലുണ്ട്. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. ഇറങ്ങി വാട തെമ്മാടി എന്ന കൊലവിളി മുദ്രാവാക്യവുമായാണ് സംസ്ഥാനത്തിന്റെ പ്രഥമ പൗരനായ ഗവർണർക്കെതിരെ SFI ഗുണ്ടകൾ അഴിഞ്ഞാടിയത്. കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ അഴിപ്പിച്ചു വെച്ച ബാനർ വീണ്ടും ഉയർത്തി. പോലീസ് ബാരിക്കേഡുകൾക്ക് മുകളിലൂടെ കെട്ടിയ ബാനറിൽ തൊട്ടു പോകരുതെന്ന് പോലീസിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും ബാനർ നീക്കുന്നതിൽ പോലീസിന്റെ ഉരുണ്ടുകളിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാത്രിയിൽ രോഷത്തോടെ പുറത്തിറങ്ങിയ ഗവർണർ SFI ബാനർ പോലീസിനെ കൊണ്ടാണ് അഴിപ്പിച്ചത്. മലപ്പുറം SP-യുടെ സാന്നിധ്യത്തിലാണ് പോലീസുകാർ 3 കൂറ്റൻ ബാനറുകൾ അഴിപ്പിച്ചു മാറ്റിയത്. ഇപ്പോൾ തന്നെ ബാനറുകൾ അഴിച്ചു മാറ്റണമെന്നും ഇല്ലെങ്കിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരുമെന്നും SP-ക്ക് ഗവർണർ മുന്നറിയിപ്പ് നൽകിയതോടെയായിരുന്നു ഈ നടപടി. ബാനറുകൾ കെട്ടാൻ അനുവദിച്ചതിൽ വൈസ് ചാൻസലറോട് വിശദീകരണം തേടാൻ ഗവർണർ ഇന്ന് രാവിലെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ബാനറുകൾ കെട്ടാൻ അനുവദിച്ചതിൽ വൈസ് ചാൻസലറോട് ഗവർണർ വിശദീകരണം തേടാൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ബാനറുകൾ നീക്കാൻ രാത്രിയും അധികൃതർ തയ്യാറാകാതിരുന്നതോടെയാണ് കടുത്ത നടപടിയുമായി ഗവർണർ നേരിട്ട് രംഗത്തിറങ്ങിയത്. SFI കൊലവിളിക്കിടെ പിന്നോട്ടില്ലെന്ന തീരുമാനത്തിൽ ഉറച്ച ഗവർണർ ആരിഫ് മുഹമ്മദ്
ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിൽക്കുകയാണ്. കാലിക്കറ്റ് സർവകലാശാലയിലെ പൊതുപരിപാടിയിൽ അദ്ദേഹം ഇന്ന് പങ്കെടുക്കുകയും ചെയ്യും. സർവകലാശാലയിൽ ഇന്ന് വൈകിട്ട് നടക്കുന്ന സെമിനാറിലും ഗവർണർ പങ്കെടുക്കും. ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ പ്രവാചകൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടക്കുന്ന സെമിനാറിലാണ് ഗവർണർ പങ്കെടുക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാല സനാതന ധർമ്മ പീഠവും ഭാരതീയ വിചാര കേന്ദ്രവും ചേർന്നാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. ഗവർണർക്കെതിരായുള്ള SFI പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ കനത്ത പോലീസ് സുരക്ഷയാണുള്ളത്. കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ഗവർണർക്കെതിരായി SFI സ്ഥാപിച്ച ബാനറുകൾ പോലീസ് നീക്കം ചെയ്തിരുന്നു. ബാനറുകൾ മാറ്റാൻ ഗവർണർ ആവശ്യപ്പെട്ടെങ്കിലും ഇത് അനുസരിക്കാതെ വന്നതോടെ അദ്ദേഹം നേരിട്ടെത്തി പോലീസിനെ കൊണ്ട് അഴിപ്പിക്കുകയാണ് ചെയ്തത്. ബാനർ നീക്കം ചെയ്യാതിരുന്ന പോലീസുകാരെ ഗവർണർ ശാസിക്കുകയും SP അടക്കമുള്ളവരെ കൊണ്ട് ബാനർ അഴിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. നന്ദി.